എന്തോ? ഓക്കെ. എൻ്റെ പേര് ലിയോ വിജയ്, ലിയോസ് ഗോൾഡ് ഡയമണ്ട്സിൻ്റെ മാനേജിംഗ് ഡയറക്ടർ. ഫീൽദ ലിയോ ഡയറക്ടറാണ്. അതോടൊപ്പം തന്നെ കമ്പനിയുടെ മീഡിയ പാർട്ട്ണർ വിജിൽ. അതുപോലെ തന്നെ ലിയോസ് ഗോൾഡിന്റെ വിജിൽ കുമാർ. ലിയോസ് ഗോൾഡ് ഡയമണ്ട്സിന്റെ HR ഡൊണാൾഡ് പൗലോസ്. അതുപോലെ തന്നെ ലിയോസ് ഗോൾഡ് ഡയമണ്ട്സിന്റെ മാനേജർ ശരത് കെ ശങ്കർ. പൗലോസ്, ഡൊണാൾഡ് പൗലോസ്, ഡിയോനെയില്ലേ? ഈ വർഷത്തെ ഓണം ഞങ്ങൾക്കൊരു സാധാരണ ഒരു ആഘോഷമല്ല, ഒരു ജനകീയ ഓണം മഹോത്സവമായിട്ട് ആഘോഷിക്കാനായിട്ട് ആണ്. സമൂഹത്തിന് എന്തെങ്കിലും തിരികെ നൽകണം എന്ന ഒരു ആശയവുമായിട്ടാണ് ലിയോസ് ഓണം മഹോത്സവം ഇത്തവണത്തെ സംഘടിപ്പിക്കുന്നത്. ഞാൻ തന്നെ പോയാ. ലിയോസിന്റെ ഏകദേശം ഒരു 35 വർഷമായി ലിയോസ് ഗോൾഡ് മേഖലയിൽ ആരംഭിച്ചിട്ട്. ഞങ്ങൾ ഏകദേശം ഒരു മാനുഫാക്ചേഴ്സ് ആണ്. അതോടൊപ്പം തന്നെ ജ്വല്ലറി ഹോൾസെയിലേഴ്സ് ആണ്. കേരളത്തിലുടനീളം അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിലും ഗോൾഡ് സപ്ലൈ ചെയ്യുന്നതായിരുന്നു ഞങ്ങളുടെ ഒരു ആക്ടിവിറ്റി. കഴിഞ്ഞ 8 വർഷത്തോളമായി ലിയോസ് ഗോൾഡ് ഡയമണ്ട്സ് തൃശ്ശൂർ പള്ളിക്കുളം റൂട്ടിൽ കാൾഡിയൻ സെന്ററിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ലിയോസ് ഗോൾഡ് ഡയമണ്ട്സ് എന്ന റീറ്റെയിൽ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ്. നമുക്ക് ഇടനിലക്കാരില്ലാതെ തന്നെ നമുക്ക് ജ്വല്ലറി ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. ജനങ്ങൾ തന്ന അംഗീകാരമാണ് നമുക്ക് ഈ 8 വർഷത്തോളം നമുക്ക് അത് നല്ല രീതിയിൽ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുള്ളത്. ആ ഒരു ബലത്തിലാണ് നമുക്ക് ഇത്രയും നല്ല രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഹോൾസെയിൽ റേറ്റിൽ നിന്നുകൊണ്ട് തന്നെയാണ് വെഡ്ഡിംഗ് പാർട്ടികൾക്ക് പോലും മാനുഫാക്ചർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ തന്നെ നമുക്ക് ആഭരണങ്ങൾ പ്രത്യേകിച്ച് വെഡ്ഡിംഗ് പാർട്ടികൾക്ക് പോലും ഏറ്റവും ചെറിയ പണിക്കൂലിയിൽ നമുക്ക് കൊടുക്കുവാനായിട്ട് നമുക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ട്. ഈ ഓണം സാധാരണ നമ്മൾ ആഘോഷിക്കാറുള്ളത് ഒരു സെലിബ്രിറ്റീനെയൊക്കെ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടിയും ആ ഒരു എന്താ പറയാ ഓണം ആ ഒരു കളറിലാണ് നമ്മൾ കൂടുതലും ആഘോഷിക്കാറുള്ളത്. ഇത്തവണ നമ്മൾ അതിൽ നിന്നും ഒരു മാറി ഒരു സാമൂഹിക ഇടപെടല് വേണം എന്നുള്ള ഒരു ആഗ്രഹം മാനേജ്മെന്റിന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഏകദേശം വിവിധ പഞ്ചായത്തുകളെ ഒരുമിപ്പിച്ച്, അതുപോലെ തന്നെ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി എല്ലാവരും സംയോജിപ്പിച്ചുകൊണ്ട് തന്നെ 80ഓളം വനിതകൾക്ക് തയ്യൽ മെഷീൻ, അതായത് കൊമേഴ്സ്യൽ ആയിട്ടുള്ള തയ്യൽ മെഷീൻ കൊടുക്കുവാനായിട്ടാണ് ഇത്തവണ നമ്മൾ ഓണം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ട്, അതായത് സ്വയം പര്യാപ്തത കൈവരിക്കാൻ ആഗ്രഹിക്കുന്ന 80ഓളം വനിതകളെയാണ് നമ്മൾ. അപ്പോൾ അത് കൃത്യമായ അർഹരായിട്ടുള്ള ആളുകളിലേക്ക് തന്നെ എത്തണം എന്നുള്ളതിന്റെ ഭാഗമായിട്ട് നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ മേയറും മുനിസിപ്പാലിറ്റി ചെയർപേഴ്സണും ഇവരെല്ലാം കണ്ട് അവരാണ് അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ആളുകളെ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ അതിൽ നമുക്ക് ഓരോ പഞ്ചായത്തുകളിലേക്കും നമുക്ക് ഓരോ തയ്യൽ മെഷീൻ, അങ്ങനെ 80ഓളം തയ്യൽ മെഷീനാണ് നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു കൈത്താങ് എന്നുള്ള നിലയിൽ കമ്പനിനെ കൊണ്ട് നമുക്ക് ആ ഒരു എളിയ ഒരു സഹായം ചെയ്യുക എന്നുള്ള ഒരു ആശയമാണ് ഈ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ മുന്നിൽ വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എല്ലാ ഇതിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമായി വന്നിരിക്കുന്ന എല്ലാ വനിതകൾക്കും എല്ലാവർക്കും നമ്മൾ ഓണപ്പുടവയും ഇത്തവണത്തെ ഓണാഘോഷത്തിന് നമ്മൾ കൊടുക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഏകദേശം
3000 പേർക്കാണ് നമ്മൾ ഈ ഓണപ്പുടവ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് കുടുംബശ്രീനെ കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം പഞ്ചായത്ത് മെമ്പറും അതുപോലെ തന്നെ ചെയർപേഴ്സൺ എല്ലാം വെച്ച് അങ്ങനെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. അപ്പൊ അതിൽ വരുന്ന വനിതകൾക്ക്, പ്രത്യേകിച്ച് വനിതകൾക്ക് ഒരു കൈത്താങ്, ലിയോസിന്റെ ഒരു കൈത്താങ് തന്നെയാണ് ഓണം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആഗ്രഹിക്കുന്നത്. ലിയോസ് ഓണം മഹോത്സവത്തിന്റെ ഭാഗമാവാനായിട്ട് വരുന്ന എല്ലാവർക്കും 1000 രൂപയുടെ ഒരു ക്യാഷ് വൗച്ചർ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് പിന്നീട് വരുന്ന ഒരു പർച്ചേസിൽ ലിയോസിലേക്ക് വന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് അവർ വരുമ്പോൾ നമുക്ക് ആ ക്യാഷ് വൗച്ചർ റിഡീം ചെയ്യാനായിട്ടുള്ള ഒരു അവസരവും നമ്മൾ ഈ ഒരു പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതായത് ഏകദേശം 1000 രൂപയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചർ നമ്മൾ 2000 പേർക്ക് അത് കൊടുക്കുകയാണെങ്കിൽ ഒരു 20 ലക്ഷത്തോളം രൂപ നമ്മൾ അതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, വ്യാഴാഴ്ച അതായത് 20-ാം തീയതി രാവിലെ 9:45 ഇതിന്റെ ഇന്നോഗ്രേഷൻ ഔദ്യോഗികമായിട്ട് നമ്മുടെ ആരാധ്യയായ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, അതോടൊപ്പം തന്നെ നമ്മുടെ MLA രാജൻ ജെ പല്ലൻ, അതോടൊപ്പം തന്നെ നമ്മുടെ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ TF പട്ടാഭിരാമൻ, അങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റ്, ഞങ്ങളുടെ ജ്വല്ലറി മാനുഫാക്ചറിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് സാബു ഒക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലയൺസ് ക്ലബിന്റെ പാസ്റ്റ് ഗവർണർ ജയകൃഷ്ണൻ, പിന്നെ അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്തും സാംസ്കാരിക രംഗത്തെ ദേവിചന്ദന, ഇവരെല്ലാവരും പങ്കെടുക്കുന്നുണ്ട് ഈ നാളത്തെ ഈ പ്രോഗ്രാമില്. നമ്മുടെ സ്റ്റേജ് നമ്മുടെ പള്ളിക്കുളം റോട്ടിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് ഓപ്പോസിറ്റ് കാൾഡിയൻ സെന്റർ ഹാൾ ഉണ്ട്. ആ ഹാളിനകത്താണ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഈ പ്രോഗ്രാം നടക്കുന്നതോടൊപ്പം തന്നെ തിരുവാതിരക്കളിയും അതോടൊപ്പം തന്നെ വടംവലി മത്സരവും നമ്മൾ ഇതില് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പ്രൈസ് തിരുവാതിരക്കളിക്ക് നമ്മൾ ഫസ്റ്റ് പ്രൈസ് 25,000. തിരുവാതിരക്കളിക്ക് ഓൾമോസ്റ്റ് എല്ലാം പഞ്ചായത്ത് നമ്മൾ വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു 10 to 15 ടീമുകളാണ് ഇപ്പൊ അയക്കുന്നത്. അല്ലല്ല, ഓൾ ടൂർ തൃശ്ശൂർ ജില്ലയിലത്തെ എല്ലാ ആൾക്കാരെയും വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതിലിപ്പോ രജിസ്റ്റർ ചെയ്തേക്കുന്ന 10 to 15 ടീമുകളാണ്. വടംവലി ഓൾ കേരളയാണ്. അത് പ്രൊഫഷണൽ ടീംസ് ആണ് അവർ വന്നിട്ട്. അവർക്കും ഇതുപോലെ തന്നെ ഫസ്റ്റും സെക്കൻഡും അങ്ങനെ 3-4 പ്രൈസുകൾ. 15,000 ആണ് ഫസ്റ്റ് പ്രൈസ് വരുന്നത് വടംവലിയില്. സെക്കൻഡ് പ്രൈസ് 10,000, തേർഡ് 7,500. പിന്നെ അഗെയിൻ ബാക്കി എല്ലാം പാർട്ടിസിപ്പൻസിന് 2,500 വെച്ചിട്ടായിരിക്കും. ഇത് ഓണമെന്റ് ഇത് തിരുവാതിരയ്ക്ക് 25,000 രൂപ ഫസ്റ്റ് പ്രൈസ്. റീറ്റെയിൽ ഷോപ്പാണ്. അങ്ങനെ നമ്മള് അങ്ങനെ ഒരു അതെ 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 അത് 30+ വരുന്നുണ്ട്. തയ്യൽ മെഷീൻ 80ഓളം തയ്യൽ മെഷീൻ ഉണ്ട്. ഏകദേശം 3000-ഓളം പേർക്ക് ഓണപ്പൂടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു 30 ലക്ഷത്തെ അല്ല 30+. അതും നമ്മൾ പിന്നെ അതായത് രാജസ്ഥാനിന്ന് ബോംബെ അവിടുന്ന് 50ന്റെ മേലെ ആൾക്കാരുണ്ട്. അല്ല, വർക്ക്ഷോപ്പിൽ 50+ ആൾക്കാരില്ല. ഉണ്ട് നമ്മുടെ അഞ്ചേരിയിലാണ് നമ്മുടെ വർക്ക്ഷോപ്പ്. അത് മാനുഫാക്ചേഴ്സ് ആണ് ആക്ച്വലി ഞങ്ങള്. അതായത് എന്താണെങ്കിൽ നമുക്ക് ഇപ്പൊ ഗോൾഡ് റീറ്റെയിൽ വ്യാപാര രംഗത്ത് എപ്പോഴും ഒരു അഡ്വാൻസ് ബുക്കിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ഗോൾഡ് റേറ്റ് ഇങ്ങനെ നമുക്കറിയാം എല്ലാവർക്കും.
ഇങ്ങനെ റോക്കറ്റ് പോലെ കുത്തനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആളുകൾ ജനങ്ങൾക്ക് അത് വലിയൊരു സഹായമാണ്. ഇന്നത്തെ വിലയിൽ സ്വർണം നമുക്ക് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോ അതിന്റെ താരിഫ് നിൽക്കുന്നുണ്ട്. അപ്പൊ ഒരു 5% അല്ലെങ്കിൽ 10% അങ്ങനെ പല താരിഫുകളിലും പല പ്ലാനുകളും നിൽക്കുന്നുണ്ട്. ആ പ്ലാനിൽ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് സ്വർണത്തിന്റെ വില 15,000 ആണെങ്കിൽ ആ 15,000 നമുക്ക് ബുക്കിംഗ് കിട്ടണം. 1 മാസം 2 മാസത്തെ. അപ്പൊ അവരുടെ വിവാഹം ചിലപ്പോൾ പല സമയങ്ങളിലായിരിക്കാം. അപ്പൊ 2 മാസം കഴിഞ്ഞിട്ടാണ് വിവാഹമെങ്കിൽ നമുക്ക് 15,000 രൂപയ്ക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 15,000 എന്നുള്ളത് 20,000 ആയി കഴിഞ്ഞാലും ജ്വല്ലറി നമ്മുടെ ലിയോസ് ഗോൾഡ് അത് 15,000 ബുക്ക് ചെയ്ത് നമുക്ക് അവർക്ക് ബില്ല് ചെയ്ത് കൊടുക്കും. ഇനി കുറഞ്ഞു കഴിഞ്ഞാൽ 15,000 നിന്ന് 10,000 എത്തിക്കഴിഞ്ഞാൽ 10,000 വെച്ചിട്ട്. അപ്പൊ അത് ജനങ്ങൾക്ക് ഇപ്പൊ എപ്പോഴാണെങ്കിലും അത് വലിയൊരു ആശ്വാസം തന്നെയാണ്. തന്നെയല്ല, ഇപ്പൊ ഈ ഒരു ഓണം മഹോത്സവത്തിന്റെ ഭാഗമായിട്ട് ഒരു പ്രത്യേക ഓഫറും വെഡിങ് പാർട്ടികൾക്ക് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ മൊബൈൽ നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 0 മുതൽ 9 വരെയുള്ള അക്കാണെങ്കിൽ ആ ഒരു പെർസെന്റേജ് മാത്രം കൊടുത്തിട്ട് ഗോൾഡ് റേറ്റ് ബ്ലോക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് ചിലപ്പോൾ 0 ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ 1 രൂപ പോലും തരാതെ തന്നെ നിങ്ങൾക്ക് അത് ഗോൾഡ് റേറ്റ് അവിടെ ബ്ലോക്ക് ചെയ്യാനുള്ള അവസരം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളത് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഓണക്കാലത്ത് നമ്മൾ ഓഫർ നമുക്ക് ഓഗസ്റ്റ് 10 മുതൽ സെപ്റ്റംബർ 10 വരെയാണ്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ മേക്കിംഗ് ചാർജും വളരെയധികം നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ 1% നമുക്ക് വെഡിങ് പാർട്ടികൾക്ക് നമ്മൾ മേക്കിംഗ് ചാർജിൽ നമ്മൾ ആഭരണങ്ങൾ കൊടുക്കുന്നുണ്ട്, മേടിക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതെ, നമ്മുടെ ഒരു ഓഫറാണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ കൗണ്ടർ ഉണ്ട്. ആ കൗണ്ടറിൽ നിന്ന് ലിയോസ് ഗോൾഡ് ഡയമണ്ട്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ അവർക്ക് തീരുമാനിക്കാം. യു ക്യാൻ ഡിസൈഡ് ദ മേക്കിംഗ് ചാർജ് എന്നാണ് അതിന്റെ ക്യാപ്ഷൻ തന്നെ. അവർക്ക് തീരുമാനിക്കാം അതിന്റെ മേക്കിംഗ് ചാർജ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇല്ല 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 ലാഭം ഇതിനകത്ത് ഓൾറെഡി അത് പറഞ്ഞിട്ടല്ലോ. ഞാൻ എന്റെ റിയാലിറ്റിയിലേക്ക് പോകണില്ല. കാരണം എന്താണെങ്കിൽ ഗോൾഡിന്റെ റേറ്റ് കൂടുമെന്ന് തന്നെയാണ് നമ്മൾ ഇതുവരെയുള്ള നമ്മളൊരു ഗ്രാഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെയും ഗോൾഡിന്റെ റേറ്റ് കയറിക്കൊണ്ട് തന്നെയാണ് നമ്മളെപ്പോഴും കണ്ടിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പൊ ഗ്ലോബലി ഒരുപാട് ഇഷ്യൂസുകൾ നിൽക്കുന്നുണ്ട്. കുറച്ചും കൂടി ഗോൾഡിന്റെ റേറ്റ് കയറിപ്പോയതാണ്. ഈ ഇടയിൽ കുറച്ചൊന്ന് താഴ്ന്നു. ഇപ്പൊ വീണ്ടും 2 ആഴ്ചയായിട്ട് കുറച്ച് ഏകദേശം 1,000 രൂപയോളൊക്കെ ഗ്രാമിന് വീണ്ടും കൂടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ തൃശ്ശൂരിന്റെ ഞങ്ങളെല്ലാം മാനുഫാക്ചേഴ്സ് ആണ്. അപ്പൊ തൃശ്ശൂരിന്റെ ഒരു ഹബ്ബാണ് ശരിക്കും പള്ളിക്കുളം സ്ട്രീറ്റ്. അപ്പൊ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജില്ലയിലാണെങ്കിലും നമ്മുടെ മറ്റു ഡിസ്ട്രിക്റ്റുകളിൽ നിന്നാണെങ്കിലും ഒരുപാട് കസ്റ്റമർ നമുക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ മറ്റു സ്റ്റേറ്റുകളിൽ നിന്നാണെങ്കിലും നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് വരാറുണ്ട്. അപ്പൊ അവരുടെയൊക്കെ വലിയൊരു സപ്പോർട്ട് തന്നെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള എന്താ പറയുക സോഷ്യൽ ആക്ടിവിറ്റിയിലേക്കൊക്കെ നമുക്ക് കടക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുള്ളത് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഒറ്റ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ്. ഇങ്ങനെ ഒരു ഓണം ആഘോഷിക്കുന്നത് ആദ്യമായിട്ടാണ്. ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റോട് കൂടിയിട്ടുള്ള ഒരു ഓണാഘോഷം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ സെലിബ്രിറ്റീനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കളർഫുൾ ആക്കിയിട്ടുള്ള രീതിയിലാണ് ഓണം ആഘോഷിക്കാറ്. അതിൽ നിന്നും മാറി വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. 80 കുടുംബങ്ങൾക്ക് തയ്യൽ മെഷീൻ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 80 കുടുംബങ്ങളെ വാർത്തെടുക്കുന്നതിന് തുല്യാണ്. അപ്പൊ ആ ഒരു സമൂഹത്തില് പോരാടുന്ന യുവതികളോട് ഒരു കൈത്താങ് എന്ന രീതിയിൽ ലിയോസിന് ഇത്തവണ അങ്ങനെ ഒരു ഓണം ആഘോഷിക്കാനായിട്ട് പറ്റുന്നതിലുള്ള ചാരിതാർത്ഥ്യം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഡബിൾ മെഷീൻ കൊമേഴ്സ്യൽ ആയിട്ടുള്ള മെഷീൻ തന്നെയാണ്. അതെ, നമ്മളെങ്ങനെ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ഇപ്പൊ കുടുംബശ്രീ വഴി അവര് ഒരു അയൽക്കൂട്ടം എന്ന് പറഞ്ഞൊരു സംഭവമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇൻഡെപ്തായിട്ട് ഓരോ വീടുകളെ അവര് അറിയാം. അപ്പം അതില് ഈ ഇതിനെ ഒരു ഇതായിട്ട് എന്താണ് അത്യാവശ്യക്കാർക്ക് ഇത് ചെയ്യണം. അതായത് ജോലി ഇത് തയ്യൽ അവര് ജോലിയായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നാൽ അവർക്ക് ഒരു മെഷീൻ വാങ്ങിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആ കുടുംബശ്രീ മുഖേന അങ്ങനെയാവുമ്പോൾ അത് ശരിക്കും കുടുംബശ്രീയിലുള്ള ആളുകൾക്ക് നമ്മളല്ല അതിലെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അവിടുത്തെ CDF അല്ലെങ്കിൽ അവിടുത്തെ വാർഡ് മെമ്പർ പ്രാദേശികമായിട്ടുള്ള നമുക്കറിയില്ല അതിനെ കുറിച്ച്. അവരാണ് ഈ പേരുകൾ നമുക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇവരിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. അതെ അതെ, അത് അങ്ങനെ ഒരു ആഗ്രഹം നമുക്ക് പ്രത്യേകിച്ച് ഉണ്ടായിരുന്നു. അതെ, അവിടെ അറ്റ് എ ടൈം അവിടെ ഉള്ള ആളുകളിൽ നിന്നാണ് നമ്മൾ നറുക്കെടുക്കുക. അവരുടെ ഡീറ്റെയിലും അതെ അതെ
നമ്മുടെ അവിടെ വെച്ചിട്ടാണ്, നമ്മുടെ വേദിയിൽ വെച്ചിട്ടാണ്, അവരുടെ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെയാണ് അല്ലെ? അപ്പൊ എല്ലാവർക്കും ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകള്. എല്ലാവർക്കും നന്ദി.